ഇനി വൺ പീസ് ഓഫ് അഡ്വൈസ് ടു ഓൾ യങ് ഓൺടർപ്രണേഴ്സ് സർ കൊടുക്കുകയാണെങ്കിൽ? അല്ല, അങ്ങനെ ഒരു അഡ്വൈസിനുള്ള ഒരാളായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതാണ് ഒന്നാമത്തെ വിഷയം. സാറിൻ്റെ എക്സ്പീരിയൻസ് ചെയ്ത് സർ പറയുകയാണെങ്കിൽ ബിസിനസ്സിനെ കുറിച്ച്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് നമ്മൾ ക്ഷമ, ഒരു പേഷ്യൻ്റായിട്ട് ഒന്ന് നമ്മുടെ പ്രോഡക്റ്റ് ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ മാർക്കറ്റിൽ ആവശ്യമുള്ളൊരു ഒരു പ്രൊഡക്റ്റോ ഒരു സർവീസോ ആയിരിക്കണം. രണ്ട്, അതിനൊരു നമ്മുടെ പ്ലാൻ കൃത്യമായിട്ടുണ്ടാകണം. ആ പ്ലാനിനനുസരിച്ചൊരു സിസ്റ്റംസും പ്രോസസ്സും. പലപ്പോഴും നല്ലൊരു പ്ലാൻ ഉണ്ടാവും, പക്ഷേ ആ ഒരു സിസ്റ്റം ഉണ്ടാകത്തില്ല. അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സിസ്റ്റവും പീപ്പിളും ഉണ്ടാകത്തില്ല. ഓണർക്ക് നല്ലൊരു ആശയമുള്ള ഒരാളായിരിക്കും, പക്ഷെ അത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നല്ല പീപ്പിൾ അവിടെ വരണം, അതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ. പീപ്പിൾ വന്നു കഴിഞ്ഞാൽ എന്താണ്, പീപ്പിളിനെ ഓപ്പറേറ്റ് ചെയ്യാനുള്ളൊരു പ്രോസസ്സ് ഉണ്ടാകണം. അത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇങ്ങനൊരു ഉൽപ്പന്നം നമുക്കുണ്ടെന്നുള്ള ജനങ്ങളറിയണം. അപ്പം നല്ലൊരു മാർക്കറ്റിംഗ് സംവിധാനം നമുക്ക് അത്യാവശ്യമാണ്. പല സ്ഥലത്തും നല്ല പ്രോഡക്ട്സ് വരെ എത്തി, പക്ഷേ ജനങ്ങൾ അറിഞ്ഞില്ല ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ആളുകളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാതെ പോയ ഒത്തിരി ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇനി റീച്ച് ഔട്ട് ചെയ്ത് കഴിഞ്ഞു, ആളുകൾ വാങ്ങി തുടങ്ങി. അവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ സ്കെയിലബിലിറ്റി, അല്ലേ? നമ്മൾ ആയിരിക്കുന്ന മാർക്കറ്റിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി അതിലേക്ക് ഒന്ന് സ്കെയിലപ്പ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റോടെ നമുക്കുണ്ടെങ്കിൽ, അതിനൊരു ഓട്ടത്തിലാണ് നമ്മളെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ തുടങ്ങിയ ആശയം വേറെ നമ്മളെക്കാൾ വലുതായിട്ട്, നമ്മൾ പറയും ഒരു ബ്രാൻഡ് എന്നാണോ ഞാൻ തുടങ്ങുന്ന ബ്രാൻഡ് എന്നേക്കാൾ വലുതാകുന്നത്, അപ്പം മാത്രമാണ് ആ ബ്രാൻഡ് സക്സസ്.